ഹായ് ഹലോ അസ്സാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ പുതിയ അതിഥികളൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ ആരൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. കാണുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ലൈക്ക് ബട്ടൺ മറക്കാതെ തന്നെ പ്രസ് ചെയ്യണം കേട്ടോ. അതേപോലെ ബെല്ലൈക്കണും അമർത്തുക, എന്നാലേ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. രാവിലെ എണീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫിയത മദർസ്ക്കൊക്കെ പോയി. നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ അധികവും ഓട്ടട തന്നെയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഓട്ടട. അപ്പോൾ എനിക്ക് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അപ്പോൾ അരിയൊക്കെ അരച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി കേട്ടോ. അപ്പോൾ ഇത് പച്ചരിയും ചോറും അതേപോലെ ഇത് ഇന്നത്തെ ഇതിൽ കുറച്ച് തേങ്ങയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് അരച്ചതാണ്. നല്ല ഹോൾസായി കിട്ടിയിട്ടുണ്ട്, നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായി കിട്ടിയിട്ടുമുണ്ട് ഓട്ടട. അപ്പോൾ അതൊക്കെ ഓരോന്നിങ്ങനെ ചുട്ടെടുക്കട്ടെ. കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിനും ഞാൻ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും നല്ല ഓണാഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കൂലേ. ഞാൻ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിലുണ്ട്. ഇനി പക്ഷേ നടക്കില്ലേ എന്നൊന്നും അറിയില്ല. ഈ ഓണത്തിൻ്റെ അടിയൊക്കെ ഉള്ളതുകൊണ്ടേ ഒന്നിനൊരു സമയം കിട്ടണില്ല. അപ്പം സദ്യ ഇല്ലെങ്കിലും ഒരു പായസമെങ്കിലും വെക്കണം എന്നുണ്ട്. അപ്പോൾ പായസത്തിൻ്റെ കിറ്റൊക്കെ ഞാനവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഓണത്തിൻ്റെ അന്നാണല്ലോ നബിദിനം, അപ്പോൾ രണ്ടിനും കൂടി ഒരു പായസം വെക്കണം എന്നൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ അതാ ഓട്ടടയൊക്കെ അങ്ങനെ ഓരോന്ന് റെഡിയാക്കിയെടുത്തു. പിന്നെ ഇതാണ് ഞാൻ അതിഥികളുണ്ട് പറഞ്ഞിട്ടില്ലേ, അതിൽ ഒന്നാമത്തെ ആളാണ്. ഇതൊരു ചെറിയൊരു കുക്കറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഒരു 3 ലിറ്ററിൻ്റെ, നമുക്കധികവും ഇവിടെ 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ കറിയും കടലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെക്കൽ. അപ്പോൾ അന്ന് തൊട്ടേ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു ചെറിയ കുക്കർ വാങ്ങണം എന്ന് മനസ്സിൽ. അപ്പോൾ ബട്ടർഫ്ലൈൻ്റെ കുക്കറാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതാകുമ്പോൾ ചെറിയൊരു കുക്കറാണ്, നല്ല സുഖമാണ്. ഇതിൻ്റെ ചെറുതുകൊണ്ട് കേട്ടോ 2. അപ്പോൾ എനിക്ക് തോന്നി അത് ഒന്നുകൂടി പറ്റ ചെറുതായ പോലെ. അപ്പോൾ ഞാൻ 3ൻ്റെ എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ കടലക്കറിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഉദ്ഘാടനത്തിന് ഗ്രീൻ പീസ് കറിയാണ് വെക്കുന്നത്, കുക്കർ ഉദ്ഘാടനം ചെയ്യാൻ. അതിഥികൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവും ആരോ ആണ് വിരുന്ന് വരുന്നത് എന്നല്ലേ. നമ്മളെ വീട്ടിൽ എന്ത് സാധനം പുതിയത് വാങ്ങിയാലും അത് നമുക്ക് വിരുന്നുകാർ തന്നെയാണ്. പിന്നെ അതങ്ങനെ പഴങ്ങും. അപ്പോൾ അതാ ഗ്രീൻ പീസൊക്കെ ഞാൻ കഴുകിക്കാണ്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും തക്കാളിയും പച്ചമുളകും ഒക്കെ കീറിക്കാണ്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ കടലക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു 3 വിസിൽ അടിച്ചേക്കിനെ ഞാൻ ഓഫാക്കിയിട്ടുണ്ടേനി കേട്ടോ. പക്ഷേ എന്തോ ശരിക്ക് ചില കടലൊന്നും വെന്തിട്ടില്ലേനി. പിന്നെ ഞാനൊരു 2 വിസിലും കൂടി അടിച്ചു. അപ്പോൾ നല്ലോണം ഉടഞ്ഞും ചെയ്തു കേട്ടോ. എന്നാലും ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ തേങ്ങയൊന്നും അരക്കണില്ല. അപ്പോൾ നല്ല കുറുകിയ ചാറ് പോലെ കിട്ടും ചെയ്യും. അപ്പോൾ തേങ്ങ അരക്കണതിന് പകരം തേങ്ങ പിഴിഞ്ഞുകൊണ്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ മിക്സിയിൽ തേങ്ങ കുറച്ച് ചിരകിക്കാണ്ട് മിക്സിയിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഗ്രീൻ പീസ് കറി ഒക്കെ ഉണ്ടാക്കുമ്പോഴേ തേങ്ങ അധികം അരക്കലില്ല. തേങ്ങ അരച്ചാൽ ചിലപ്പോൾ അതവിടെ വെറുതെ ബാക്കിയായി കിടക്കും. തേങ്ങാപ്പാൽ പിഴിയുകയാണെങ്കിൽ ടേസ്റ്റും ഉണ്ടാവും, പിന്നെ കറി ബാക്കിയൊന്നും ഉണ്ടാവില്ല. അത് തേങ്ങാപ്പാൽ പിഴിയുമ്പം നല്ലൊരു ടേസ്റ്റാണല്ലോ. തേങ്ങ അരച്ചാൽ ചിലപ്പം വല്ലാതെ ആർക്കും ഇഷ്ടമല്ല. ഞങ്ങൾ പിന്നെ കുറച്ച് ആളല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ കുറച്ച് കറി മതി. പിന്നെ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും അതേപോലെ കറിവേപ്പിൻ്റെ ഇലയും ഒരിത്തിരി ചിക്കൻ മസാലയും ചേർത്തുകൊണ്ട് ഞാൻ കറിയൊക്കെ ഒന്ന് തൂമിച്ചെടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് കറി വെക്കുമ്പോഴും അതേപോലെ ചെറുപയർ മണിക്കടല അങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ അധികവും
ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് കറി തിളപ്പിച്ചിട്ടില്ലേ ഇനി, അപ്പോൾ അതാ ഗ്യാസുമ്മലൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് ഗ്യാസുമ്മ വെച്ച് കണ്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചായയൊക്കെ കുടിക്കാം. ഓട്ടടയും അതേപോലെ ഗ്രീൻ പീസ് കറിയും. ഇവിടെ ഗ്രീൻ പീസ് കറി ഓട്ടടയ്ക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ ഞാൻ കുക്കർ വാങ്ങിയിട്ട് ഒന്നും ഇതുവരെ വെച്ചിട്ടില്ല, അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇഷ്ടമല്ല എന്നല്ല, കൂടുതലും ഇഷ്ടം തക്കാളി തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. ഇങ്ങനെ ഓട്ടടയൊക്കെ ഉണ്ടാക്കുമ്പം കൂടുതലും ഇഷ്ടം അതാണ്. ഇനി നമുക്ക് ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് വരാം. അപ്പോൾ ഇതിന് ഞാനിവിടെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വാട്ടോ. അപ്പോൾ ഇതാണ് പിന്നെ പറഞ്ഞ വേറൊരു വിരുന്നുകാരന്. നമ്മളെ വാഷിംഗ് മെഷീനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഫസ്റ്റ് ഒന്ന് അതിൻ്റെ മോൾ ഭാഗത്ത് അത് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടേനി. അപ്പോൾ ഫിയറിന് ഞാനും പൊട്ടിക്കണ വീഡിയോ ഒന്ന് വെറുതെ എടുക്കുകയോ ചോദിച്ചു കണ്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് എന്തായാലും എന്നപ്പം കഴിഞ്ഞ ശനിയാഴ്ച വാങ്ങിയതാണ് കേട്ടോ. ഈ ഓഫറൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി വാങ്ങിയതാണ്. അപ്പോൾ പൊട്ടിച്ചിട്ടില്ലേ ഇനി. പിന്നെ വാങ്ങിയ അന്ന് തന്നെ ഞങ്ങൾ പിന്നെ വിരുന്നും പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ അത് ഫിറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ആദ്യം ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അത് പൊട്ടിക്കാതെ പിന്നെ 2 ദിവസം അവിടെ അങ്ങനെ വെച്ചു. പിന്നെ ഞങ്ങൾ വന്നിട്ടാണ് പിന്നെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാറുണ്ട് അങ്ങനെ നോക്കിയത്. അപ്പം LGൻ്റെ വാഷിംഗ് മെഷീനാണ് കേട്ടോ അത്. 5 വർഷത്തെ ഗ്യാരണ്ടിയും ഒക്കെ ഉണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് അല്ല, സാധാ 10.5 കിലോ വെയിറ്റ് വരുന്ന വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഇത് കുറേ വാങ്ങണം എന്നിങ്ങനെ കരുതി നിൽക്കണ്. ഇനിയിപ്പോൾ എനിക്കിങ്ങനെ ഓണത്തിൻ്റെ അതിലിങ്ങനെ വാങ്ങാൻ വിചാരിച്ചു കണ്ട് അങ്ങനെ നീണ്ടുപോയതാണ്. പിന്നെ ഇപ്പം എന്താ പിന്നെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ച കൂട്ടത്തിൽ തന്നെ അതാ ഒരു TV വാങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ അടവിന് എടുത്തതാണ് കേട്ടോ. മാസം അങ്ങനെ EMIക്ക് അങ്ങനെ എടുത്തതാണ്. ഇതാകുമ്പോൾ നമുക്ക് വൈഫൈ കണക്ഷനോടുകൂടി തന്നെ TV ഓണാക്കാം. പിന്നെ യൂട്യൂബ് ചാനലും ഒക്കെ കിട്ടും കേട്ടോ. മറ്റേത് കേബിളിന് വെറുതെ പൈസ കൊടുക്കണ്ടല്ലോ. നമുക്കിവിടെ വൈഫൈ ഉള്ളതുകൊണ്ടേ എല്ലാം ഇതിൽ കിട്ടും ചെയ്യും. ന്യൂസ് ആണെങ്കിലും മൂവി ആണെങ്കിലും പിന്നെ യൂട്യൂബിലുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും ചെയ്യും. ഇത് വാങ്ങിയതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. ഫോണിപ്പോൾ വല്ലാതെ അങ്ങോട്ട് മക്കൾ എടുക്കണില്ല കേട്ടോ. ഫീയൊന്നും ഇപ്പോൾ വല്ലാതെ ഫോൺ എടുക്കും, എന്നാലും യൂസേജ് ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇതിപ്പോൾ യൂട്യൂബൊക്കെ കിട്ടണോണ്ടേ ഇതിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കാണും ചെയ്യും. ഫോണിലാകുമ്പോൾ പിന്നെ നമുക്ക് എടുത്തിങ്ങനെ വരികയല്ലേ സ്ക്രീനിങ്ങൊക്കെ. ഇതാകുമ്പോൾ കുറച്ച് വിട്ട് ആണേനും നല്ല റെഡിക്ക് നേരെ ഇരുന്ന് കാണും ചെയ്യാൻ. മറ്റേത് തല കുനിച്ചിട്ടും കടന്നിട്ടും ഒക്കെയാണല്ലോ ഫോണ് കാണുക. ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല. ഇതിൻ്റെ നമുക്ക് പുതിയൊരു സാധനം കിട്ടിയാൽ എന്താ ഒരു ഇതുണ്ടാവുമല്ലോ, അത് പഴങ്ങോളം നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ കണ്ട് ഇരിക്കും. പിന്നെ കുറേ കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റൊക്കെ പോകും. അതുവരെ ഉണ്ടാവും, പിന്നെ കഴിഞ്ഞാൽ ഫോണ് പിന്നെ എടുക്കും അങ്ങനെ. അപ്പോൾ നമ്മളെ ചായ കുടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാത്രം കഴുകാനും പിന്നെ മുറ്റടിക്കാനും അതേപോലെ അടിച്ചു വാരാനും തുടക്കാനും ഒക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ തീർത്തു. പിന്നെ ഇപ്പോൾ ഉച്ചക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാനിതാ കൈപ്പങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൈപ്പങ്ങ കൊണ്ട് നല്ലൊരു അടിപൊളി ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെടുകൊക്കെ കീറിങ്ങാണ്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിപ്പോൾ ഉണ്ടാക്കണോലും ഉണ്ടാവും കേട്ടോ. നമ്മളിവിടെ കൈപ്പങ്ങ കിട്ടിയാൽ ചിലപ്പം ഇങ്ങനെയാണ് അധികവും ഉണ്ടാക്കൽ. ഇതാവുമ്പം അധികം കയ്പ്പ് വരില്ല. കൈപ്പങ്ങക്ക് നല്ലൊരു കയ്പ്പാണല്ലോ. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലേ കയ്പ്പ് തന്നെ തോന്നില്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനത് കുരുവൊക്കെ കളഞ്ഞുകാണ്ട് കഴുകി നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിക്ക് കുറച്ച് പച്ചമുളകും അതേപോലെ ഒരു സവോള മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കടുക് പൊട്ടിച്ചു കൊടുത്തു. പിന്നെ അതാ കൈപ്പങ്ങയും സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കരിവേപ്പിൻ്റെലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ, നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കൈപ്പങ്ങ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതേപോലെ മൂടി വെച്ചുകൊണ്ട് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ പിന്നെ
മിക്സിയിലിട്ട് അടിക്കുകയോ ഒന്നും വേണ്ട. തേങ്ങ ചിരകിയ അതേ പാട് തന്നെ ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറു തീയിൽ മൂടി വെച്ച് കണ്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കൈപ്പങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. സവോള നമ്മൾ കൂടുതലായിട്ട് ചേർക്കുമ്പം ആ മധുരമല്ല കയ്പ്പ് അങ്ങനെ തോന്നുകയില്ല. ഞാൻ ഇതേപോലെ തന്നെയാണ് അധികം ഉണ്ടാക്കൽ. മറ്റേ ശരിക്കും നമ്മൾ സിമ്പിളായിട്ട് പച്ചമുളക് മാത്രം ഇട്ടുകാണ്ട് ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കുമ്പം കയ്പ്പ് ഒന്ന് കയ്പ്പിൻ്റെ കുത്തലൊന്ന് മുന്നിക്കായിരിക്കും. ഇതേപോലെ തേങ്ങ ചിരവിയതും സവോളയും ഒക്കെ ഇട്ടെടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഉണ്ടാക്കണ ഉണ്ടാവും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയൊരു രീതി കാണിച്ചു തന്നു എന്നുള്ളൂ. അപ്പം സിമ്പിളായിട്ടുള്ളതാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുകൊണ്ടി.